Hello guys, welcome back to my YouTube channel. Triple Five Tarot Delightful Soulയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് ആണ്, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കമൻറ്റ് ബോക്സിലെ അഭിപ്രായങ്ങൾ പറയുക, പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുടെ സാന്നിധ്യമാണ് ഏറ്റവും വലുത് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അനാവശ്യമായ കാര്യങ്ങളുടെ പുറകെ പോകുന്നത് നിർത്തിയിരിക്കുന്നു. ഈ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഈ പേഴ്സന്റെ ഇന്റൻഷൻ ഇപ്പൊ എന്താണ്? നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള എനർജിയാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് എനർജിയിലേക്ക് ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ആണ്. അതായത് നമ്മൾ കിട്ടുന്ന എനർജീസ് എല്ലാം പറയും. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഏഞ്ചൽസിന്റെ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. കാരണം ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏഞ്ചൽസ് ആണ് പലതരത്തിലും നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നിങ്ങളെ ആയിക്കോട്ടെ, ഈ പേഴ്സണെ ആയിക്കോട്ടെ, ഈ റിലേഷൻഷിപ്പ് പല രീതിയിലും ഒക്കെ നശിച്ചു പോകേണ്ട ഒരു കാര്യം കൂടിയാണ്. പക്ഷെ അതിലേക്കൊന്നും പോകാതെ വളരെയധികം നിങ്ങളെ സംരക്ഷിക്കുകയും ഈ റിലേഷൻഷിപ്പിനെ അതിൻ്റെ പവിത്രതയോടുകൂടി അതിൻ്റെ ഡിഗ്നിറ്റി നിലനിർത്താനും പവിത്രതയോടുകൂടി മുന്നോട്ട് പോകാനൊക്കെ സഹായിച്ചിട്ടുള്ളത് ഏഞ്ചൽസ് ആണ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 100%-ൽ 75%-ഓളം ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സും അവരുടെ പ്രൊട്ടക്ഷൻ, ഗൈഡൻസ്, അതുപോലെ അവരുടെ ആ ഒരു പ്രൊട്ടക്ഷൻ എനർജിയാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. ഏഞ്ചൽസിനെ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, അഫർമേഷൻ, സ്പെൽ വർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏഞ്ചൽ ഏതാണോ ആ ഒരു ഏഞ്ചലിന്റെ പേര് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെയധികം ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും ഈ പേഴ്സണെയും ഒരുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലയൺ പവറിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് ശത്രുക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ശത്രുക്കളുണ്ട്. പക്ഷെ അതിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ഈ ഒരു ഏഞ്ചല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പല രീതിയിലും ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നടിഞ്ഞു പോകേണ്ടതാണ്. തെറ്റിദ്ധാരണകൾ കൊണ്ടും ശത്രുക്കളുടെ അറ്റാക്ക് കൊണ്ടും ഒക്കെ നശിഞ്ഞു പോകേണ്ട, പണ്ടേ തന്നെ ഇത് സ്റ്റോപ്പായി പോകേണ്ട ഒരു കണക്ഷനാണ്. പക്ഷേ ഇത് വളരെയധികം ഒരു 100% കോൺഫിഡൻ്റ് ആയിട്ടും ഒരു ഫുൾ പവറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് കൊണ്ടാണ്. ഏഞ്ചൽസിന്റെ സ്ട്രെങ്ത് അവിടെയുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ എനർജി പറയുകയാണെങ്കിൽ ഓൾ ടൈഡ് അപ്പ് സിറ്റുവേഷൻ ആണ്. അതായത് പല രീതിയിലും നിങ്ങൾ ഈ പേഴ്സണെ കണക്ട് ചെയ്യാനും കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ പോലും ഈ ഒരു അവസ്ഥയിലായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. കാരണം ചിലപ്പോൾ വീട്ടുകാർ സമ്മതിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാരണം ഈ പേഴ്സൺ ഇപ്പോൾ കംപ്ലീറ്റ് തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ്, അല്ലെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷേ എങ്കിൽ പോലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ഈ പേഴ്സൺ നല്ല രീതിക്ക് തന്നെ താല്പര്യപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെയോ ഇവിടെ ആ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷൻ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ യൂണിവേഴ്സ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ പേഴ്സണായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നു, പ്രശ്നങ്ങൾ വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ ഒരു സെപ്പറേഷൻ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓൾ ടൈഡ് അപ്പ് സിറ്റുവേഷൻ ആണ്. ഒരുപക്ഷെ ഈ പേഴ്സണെ മറ്റാരെങ്കിലും ബന്ധിച്ച് വെച്ചിട്ടുണ്ടാകാം, സ്റ്റക്കാക്കി വെച്ചിട്ടുണ്ടാകാം.
ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ ആരും അങ്ങനെ പിടിച്ചു വെച്ചിട്ടൊന്നും ഇല്ലാന്നാണെങ്കിൽ ഈ പേഴ്സന്റെ എനർജി എന്താണ്, നിങ്ങളുടെ ലെവലിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് റണ്ണിങ് എനർജിയാണ്. അതായത് നിങ്ങൾ പല കാര്യങ്ങൾ കൊണ്ട് നേടിയെടുത്തിട്ടുള്ള സിദ്ധികളും അതുപോലെ മാനിഫെസ്റ്റേഷൻ, ഇൻഡ്യൂഷൻ, പവർ, ഇതൊക്കെ നിങ്ങളുടെ കൈകളിൽ തന്നെയുണ്ട്. ഇതിൽ പലവരും ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന പലവരും തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ഒക്കെ സംഭവിച്ചിട്ടുള്ള ആൾക്കാരായിട്ടും കാണിക്കുന്നുണ്ട്. പാരമ്പര്യപരമായിട്ട് വളരെയധികം ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള മന്ത്രങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളായിട്ടും കാണിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു എനർജിയുടെ ഒപ്പം തന്നെ ഈ വ്യക്തിയും എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സണ് ചില കാര്യങ്ങളെ മറികടക്കാനായിട്ട് പറ്റാത്തത്. അതാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ പേഴ്സന്റെ എനർജി എവിടേക്കോ സ്റ്റക്കായിട്ട് കിടക്കുന്നുണ്ട്. കാരണം മനസ്സുകൊണ്ടും ആത്മീയപരമായിട്ടും ചിന്തകൾ കൊണ്ടും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ പേഴ്സൺ വരാനുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, കാരണം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് റണ്ണിങ് എനർജിയാണ്. കഴിവതും നെഗറ്റീവ് എനർജീസിനെയൊക്കെ പുഷ് ഔട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. പക്ഷെ ഇതേ എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വന്നിട്ടില്ല എന്നുള്ളതും കൂടിയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ പേഴ്സൺ നെക്സ്റ്റ് തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ പേഴ്സന്റെ ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സന്യാസ ജീവിതം പറയുന്നുണ്ട്. സന്യാസ ജീവിതം പറയാന്ന് വെച്ചാൽ സന്യാസിയായിട്ട് നടക്കുക അങ്ങനെയല്ല. ആ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആരെങ്കിലും വഴി സ്പിരിച്വലി അവേക്കനിങ് ആവുക, അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വഴി മാറുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊരിക്കലും ഈ പേഴ്സൺ പ്ലാൻ ചെയ്തിട്ട് വരുന്നതല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ യൂണിവേഴ്സ് അങ്ങനെ ഒരു സാഹചര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ തീർത്തും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ടോക്സിക് ആയിട്ടുള്ള ഒരു എനർജിയിലൂടെയും സാഹചര്യത്തിലൂടെയും ഈ പേഴ്സൺ പോകുന്നുണ്ട്. അത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി ആയിരിക്കാം, എക്സെട്ര എക്സെട്ര. പല കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ പേഴ്സൺ പോലും അറിയാതെ ടോക്സിക് ആയി പോകുന്നുണ്ട്. അപ്പൊ അത് ഡിറ്റോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ മാലിന്യങ്ങളെല്ലാം കളഞ്ഞുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഈ പേഴ്സണെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് 2 ആഴ്ചക്കുള്ളിലോ 2 മാസത്തിനുള്ളിലോ അങ്ങനെ ഒരു എനർജി വരുന്നതായിട്ട് കാണിക്കുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് 8 ഓഫ് ഫയർ ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു ട്രാവലിംഗ് എനർജീനെ കാണിക്കുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ എന്തോ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ നടക്കാൻ പോകുന്നു. അത് നേരിട്ടുള്ള കണ്ടുമുട്ടലായിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നു, അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ പേഴ്സണെ കാണുന്നു. അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്. ഇറ്റ്സ് നോട്ട് എന്താ പറയുക, പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കിടക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളും വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളുടെ മനസ്സിൽ എന്താ പറയാ, കൂട്ടി വെച്ചിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അതായത് വളരെ സ്ട്രെസ്സാണ്, വിഷമം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പേഴ്സണെ നേരിട്ട് കാണണം, സംസാരിക്കണം, നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം, അതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരം നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അത് ഒട്ടും തന്നെ ചിലപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് വെറുതെ പോകുമ്പോഴായിരിക്കും ഈ പേഴ്സണെ കാണുന്നത്, അങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകാനായിട്ട് പോകുന്നുണ്ട്. ഇത് നിങ്ങൾ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക. ഓക്കെ, ബിക്കോസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ഈ പേഴ്സണെ ഫോണിൽ കൂടെ സംസാരിക്കാൻ പോലും കിട്ടുന്നില്ലായിരിക്കാം, നേരിട്ട് കണക്ട് ചെയ്യാനൊന്നും കിട്ടുന്നില്ലായിരിക്കാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും എന്താണ്, നേരിട്ട് കാണാനുള്ളൊരു അവസരം യൂണിവേഴ്സ് ഒരുക്കി തരുന്നതായിട്ടും അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ എന്താണ് സംഭവിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, സ്പിരിറ്റ് ഓഫ് ദ സൗത്ത് ആണ് കാണിക്കുന്നത്. ഫയർ എനർജി തന്നെയാണ് കാണിക്കുന്നത്. കാരണം തീ വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥനകളോ കാര്യങ്ങളോ ഉച്ചാടനങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പൊ കർപ്പൂരം വെച്ചിട്ടായാലും മതി, അല്ലെങ്കിൽ നാരങ്ങ തിരിയായാലും മതി, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പൊ പൗർണമി ദിവസങ്ങളിലൊക്കെ മഞ്ചിരാതിൽ കത്തിച്ചിട്ട് നിങ്ങൾ വീട്ടുമുറ്റത്തൊക്കെ വെക്കുന്നതായാലും ശരി. അങ്ങനെ തീ വെച്ചിട്ട് ചിലപ്പോൾ ഒരു ചെറിയ മെഴുകുതിരി, ഒരു കപ്പ് കാൻഡിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാൻഡിൽ കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്നതായാലും ശരി. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെയധികം ഒരു എന്താ പറയാ, ഒരു പോസിറ്റീവ് എനർജി, അതായത് ആ ഒരു തീയുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ പറയുന്നത്, അതായത് തോന്നിയതൊന്നും പറയാൻ പാടില്ല, അത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ പാടുള്ളൂ. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും അത് മനസ്സത്രയും ക്ലിയർ ആക്കി വെച്ചിട്ട് ആ ഒരു തീയുടെ മുന്നിൽ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. കാരണം ഇവിടെ തീജ്വാലയാണ് കാണിക്കുന്നത്, അഗ്നിദേവനെയാണ് കാണിക്കുന്നത്. ഫയർ എനർജി വളരെയധികം ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീ വെച്ചിട്ട് ചെയ്യുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നു. അതായത് സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് ചൊല്ലുന്ന മന്ത്രവും ഒരു ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചിട്ടോ ചിരാത് കത്തിച്ചിട്ടോ ചെയ്യുന്ന ഒരു മന്ത്രവും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ട്. ഓക്കെ. ആ എനർജിക്ക് വളരെയധികം വ്യത്യാസങ്ങൾ അവിടെ വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇനി അതല്ല വെറുതെ മന്ത്രം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു ചിരാത് കത്തിച്ച് വെച്ചിട്ടൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. ആൻഡ് ഓൾസോ ദ ക്രിസ്റ്റൽസ് ആണ്, ദ ലവ് എനർജിയാണ്. ക്രിസ്റ്റൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും റോസ് കോഡ്സ് അങ്ങനത്തെ കാര്യങ്ങൾ അബണ്ടൻസ് പ്രോസ്പെരിറ്റി ഒക്കെ അട്രാക്ട് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അത് വളരെയധികം പവർഫുൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ചെയ്യാതെ മടിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് അത് റീസ്റ്റാർട്ട് ചെയ്യുക. അതിന് പറ്റിയ ഒരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള ഒരു സമയവും കൂടിയാണിത്. അതിൽ പല മാനിഫെസ്റ്റേഷനും യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതിനെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഈ ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോകുന്നത് നിർത്തിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ശ്രമിക്കും. കാരണം ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ടത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോയി ഇടപെടുക, അനാവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് പോവുക, വ്യക്തികളെ കാണുക. അപ്പൊ അങ്ങനെ ഓരോ ഓരോ കുരുക്കുകളിലൊക്കെ വീണ് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ എനർജി ഉണ്ടാവില്ല നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനും അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ന്യൂ സ്റ്റാർട്ട് ചെയ്യാനും ന്യൂ ബിഗിനിങ്സ് ചെയ്യാനുമുള്ള എനർജി ഈ പേഴ്സൺ ഉണ്ടാകില്ല. ചിലപ്പോൾ അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ടായിരിക്കും ഈ പേഴ്സൺ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും നെഗറ്റീവ് എനർജിയുള്ള അത്രയും എനർജി ഇല്ലാത്ത ആയിട്ടാണ് ഈ പേഴ്സൺ ഇടപഴകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പം ഈ പേഴ്സൺ എനർജി ഉണ്ടാവില്ല. അപ്പോഴാണ് നിങ്ങൾക്കിടയിൽ കലഹങ്ങൾ വരുന്നതും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുന്നതും അനാവശ്യമായിട്ട് നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ഒക്കെ വരുന്നത്. അപ്പൊ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് പോലും പല അനുഭവങ്ങളിലൂടെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ നല്ല രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ദിനമാണ് അല്ലെങ്കിൽ ഒരു സമയമാണ് വരുന്നത്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ള ഒരു ഒരു മെസ്സേജും കൂടിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ. ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന എനർജി എന്ന് പറയുന്നതും റൊമാൻസ് തന്നെയാണ്, പ്രണയം തന്നെയാണ്. ഓക്കെ. പ്രണയത്തിന്റെ എനർജിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്. അതിലേറ്റവും ഈ രാശിക്കാരൊക്കെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഒക്കെ കുറച്ച് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അല്ലാത്തവരല്ല എന്നല്ല, ബട്ട് സ്റ്റിൽ എന്താ പറയാ, ഫയറിന് വളരെയധികം പ്രാധാന്യമുള്ളതായിട്ടും അതുപോലെ പ്രണയം റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സമയവും കൂടിയായിട്ട് കാണിക്കുന്നു. ലവ് മെസ്സേജസ് പറയുന്നത് ഐ ഡോണ്ട് വാണ്ട് ടു ചേസ് എനിമോർ ആണ്. അതായത് ഈ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്കും വ്യക്തികളിലേക്കും പോയിട്ടുണ്ടാകാം. അപ്പോൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും പഠിക്കത്തില്ല ഈ പേഴ്സൺ. കാരണം മറ്റുള്ളവരിൽ നിന്നും മോശപ്പെട്ട അനുഭവം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ എനർജി നഷ്ടപ്പെടുന്നു, ഇതൊക്കെ മനസ്സിലായാൽ പോലും ഈ പേഴ്സൺ വീണ്ടും വീണ്ടും പുറകെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ അത് നിർത്തിവെക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ന്യൂസ് ആണ്. ഓക്കെ. ബാങ്കിങ് ഫീൽഡ് കാണിക്കുന്നുണ്ട്, ആർക്കിടെക്ചർ, ഡ്രീമിങ് ഫാന്റസീസ്, സ്വപ്നങ്ങളിലൊക്കെ വരുന്നുണ്ടാകാം. 22-ാം തീയതി, ബ്രൗൺ ഐസ്, 7-ാം മാസം, പ്യുവർ കമ്മ്യൂണിക്കേഷൻ, മാനിഫെസ്റ്റേഷൻ, അത്തം, ഭരണി. ഓക്കെ. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് റേറ്റിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. സോ പുതിയൊരു വീഡിയോ വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.